ഹായ് ഫ്രണ്ട്സ്, നമ്മൾ 8ാം ക്ലാസ്സിലെ 2ാമത്തെ അധ്യായമായിട്ടുള്ള ഈക്വൽ ട്രയാങ്കിൾസ് അഥവാ തുല്യ ത്രികോണങ്ങൾ എന്ന ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിലെ അവസാന ഭാഗമാണ് ഇന്ന് പറയാൻ പോണത്. അവസാന ഭാഗത്തിലെ 4ാമത്തെ ചോദ്യം, ചുവടെ കാണിച്ചിരിക്കുന്ന 2 ത്രികോണങ്ങളുടെ പരപ്പളവ് കണക്കാക്കുക. കാൽക്കുലേറ്റ് ദ ഏരിയ ഓഫ് ദി 2 ട്രയാങ്കിൾസ് ഷോൺ ബിലോ. ഇവിടെ 2 ത്രികോണങ്ങൾ നൽകിയിട്ടുണ്ട്. ഈ ത്രികോണങ്ങളെ പ്രത്യേകത നോക്കുകയാണെങ്കിൽ ഈ 2 വശങ്ങളും തുല്യമായിരിക്കും. നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഈ ത്രികോണത്തിലും ഈ 2 വശങ്ങളും തുല്യമാണ്. 2 വശങ്ങൾ തുല്യമാണെങ്കിൽ അവയ്ക്കെതിരെയുള്ള കോണുകൾ എന്തായിരിക്കും? 2 കോണുകൾ തുല്യമായിരിക്കും. നമ്മൾ സമപാർശ്വ ത്രികോണം അല്ലെങ്കിൽ ഐസോസെൽസ് ട്രയാങ്കിളിൻ്റെ പ്രത്യേകത പഠിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ 2 ട്രയാങ്കിളിൻ്റെയും എന്ത് കണ്ടുപിടിക്കാം? ഏരിയ കണ്ടുപിടിക്കാം. ഈ ട്രയാങ്കിളിന് പേര് കൊടുക്കുകയാണ് എ ബി സി. ഇവിടെ പേര് കൊടുത്ത് എ ബി സി. ഇനി ഈ 2 ത്രികോണങ്ങളും കൂട്ടിമുട്ടുന്ന ഒരു പോയിൻ്റാണ് ഇത് സി. അപ്പോൾ ഈ സിയിൽ നിന്ന് താഴത്തെ വശത്തേക്ക് ഒരു ലംബം വരച്ചാൽ ഈ ത്രികോണത്തെ അത് എന്താക്കും? തുല്യ ഭാഗമായിട്ട് ഡിവൈഡ് ചെയ്യും. അപ്പോൾ ഞാൻ എ ബി സി ഡി എന്ന് പേര് കൊടുത്ത് നമുക്ക് ഈ ത്രികോണത്തിൻ്റെ ഏരിയയാണ് കണ്ടുപിടിക്കേണ്ടത്. തുല്യമായി ഭാഗിക്കുക പറഞ്ഞാൽ ഇവിടെ 8 ആണെങ്കിൽ എത്ര സെൻറ്റിമീറ്റർ ആയിരിക്കും? 4 സെൻറ്റിമീറ്റർ വീതമായിരിക്കും. അപ്പോൾ ഇവിടെ 2 ട്രയാങ്കിൾ കിട്ടി. ഈ 2 ട്രയാങ്കിളും എന്താണ്? റൈറ്റ് ട്രയാങ്കിൾ ആണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ വശം കിട്ടണം. ത്രികോണത്തിൻ്റെ ഏരിയ ഓഫ് ട്രയാങ്കിൾ കണ്ടുപിടിക്കാൻ എന്താ ഇക്വേഷൻ? ഹാഫ് ഇൻറ്റു ബി ഇൻറ്റു എച്ച്. ബി നമുക്കറിയാം 8 ആണ്, പക്ഷെ ഹൈറ്റ് അറിയില്ല. അപ്പോൾ ഹൈറ്റ് കണ്ടുപിടിക്കാൻ പൈതഗോറസ് തിയറം പ്രകാരം ഇതിനെന്താ പറയുക? ഓൾട്ടിറ്റ്യൂഡ് അല്ലെങ്കിൽ ലംബം. അപ്പോൾ ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ഈക്വൽ ടു ഹൈപ്പോട്ന്യൂസ്. ഇതാണ് കർണം. ഹൈപ്പോട്ന്യൂസ് സ്ക്വയർ മൈനസ് ബേസ് സ്ക്വയർ. കർണം സ്ക്വയർ സമം ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. ലംബം സ്ക്വയർ സമം കർണം സ്ക്വയർ മൈനസ് പാദം സ്ക്വയർ നമുക്ക് എഴുതാൻ വേണ്ടി പറ്റും. അപ്പോൾ ഈ ഓൾട്ടിറ്റ്യൂഡ് കണ്ടുപിടിക്കാൻ ഓൾട്ടിറ്റ്യൂഡ് അതായത് ഡി സി സമം റൂട്ട് ഈ സ്ക്വയർ ഇങ്ങോട്ട് പോകുമ്പോൾ എന്താവും? റൂട്ടാവും. റൂട്ട് ഓഫ് എച്ച് സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഈക്വൽ ടു എച്ച് പറഞ്ഞ ഹൈപ്പോട്ന്യൂസ് കർണം എത്രയാണ്? 5 സ്ക്വയർ മൈനസ് പാദം എന്ന് പറഞ്ഞാൽ ഈ ട്രയാങ്കിളിൽ എത്രയാണ്? പകുതി 4 സ്ക്വയർ റൂട്ട് ഇടുക ഈക്വൽ ടു 5 സ്ക്വയർ 25 മൈനസ് 4 സ്ക്വയർ 16. 25 മൈനസ് 16 9. റൂട്ട് 9 പറഞ്ഞാൽ ഇതിൻ്റെയാണ് 3. അപ്പോൾ 3 സെൻറ്റിമീറ്റർ ആയിരിക്കും ഈ ഓൾട്ടിറ്റ്യൂഡ് കിട്ടുക. ഡി സി കിട്ടി 3 സെൻറ്റിമീറ്റർ. അപ്പോൾ നമുക്ക് ഇത് 3 ആയി. അപ്പോൾ ഹൈറ്റും ആയി, ബേസ് ഫുള്ളും കിട്ടി. അപ്പോൾ ഏരിയ കണ്ടുപിടിക്കാം. ഇക്വേഷൻ ഏരിയ പരപ്പളവ് സമം ഹാഫ് ഇൻറ്റു ബി ഇൻറ്റു എച്ച്. ഹാഫ് ഇൻറ്റു ബി നമുക്കറിയാം മൊത്തം 8 ആണ്. 8 ഇൻറ്റു 3 ഈക്വൽ ടു 3 ഇൻറ്റു 8 24. 24/2 12 സെൻറ്റിമീറ്റർ സ്ക്വയർ ആയിരിക്കും ആദ്യത്തെ ട്രയാങ്കിളിൻ്റെ ഏരിയ ആയിട്ട് വരിക. ഇനി 2ാം ചിത്രം നോക്കുകയാണെങ്കിൽ ഇവിടെ ഈ 2 വശങ്ങളും തുല്യമാണ്. അപ്പോൾ ഇത് കൂട്ടിമുട്ടുന്ന മൂലയിൽ നിന്ന് എതിർവശത്തേക്ക് വരച്ചു കഴിഞ്ഞാൽ ഇതെന്ത് ചെയ്യും? ഇതിനെ 2 തുല്യ ഭാഗങ്ങളാക്കും. അപ്പോൾ ഇവിടെ എന്ത് ചെയ്ത് 2 റൈറ്റ് ട്രയാങ്കിൾ കിട്ടും. ഇത് മൊത്തം 6 ആണെങ്കിൽ ഇത് 3 സെൻറ്റിമീറ്റർ, ഇതും 3 സെൻറ്റിമീറ്റർ. നമ്മൾ കണ്ടുപിടിക്കേണ്ടത് നമുക്കിതിന് ഇ എന്ന് പേര് കൊടുത്താൽ നമുക്ക് സിഇ എന്താണ്? ലംബം. അപ്പോൾ ലംബം കണ്ടുപിടിക്കുന്നത് ഇക്വേഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സിഇ ഈക്വൽ ടു റൂട്ട് ഓഫ് ഹൈപ്പോട്ന്യൂസ് സ്ക്വയർ മൈനസ് ബേസ് സ്ക്വയർ. സിഇ ഈക്വൽ ടു റൂട്ട് ഓഫ് ഹൈപ്പോട്ന്യൂസ് എ സി സ്ക്വയർ മൈനസ് ഈ റൈറ്റ് ട്രയാങ്കിൾ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ പാദം എന്ന് പറയുന്നത് എ ഇ ആയിരിക്കും. എ ഇ സ്ക്വയർ. അപ്പോൾ സിഇ ഈക്വൽ ടു റൂട്ട് ഓഫ് 5 സ്ക്വയർ മൈനസ് 3 സ്ക്വയർ. സിഇ ഈക്വൽ ടു 5 ഇൻറ്റു 5 25 മൈനസ് 9.
25 9 പോയാൽ 16. അപ്പോൾ റൂട്ട് 16 എത്രേൻ്റെയാണ്? 4-ൻ്റെ. അപ്പോൾ 4 സെൻറ്റിമീറ്റർ നമുക്ക് CE. അപ്പോൾ ഹൈറ്റ് കിട്ടി 4 സെൻറ്റിമീറ്റർ. അപ്പോൾ നമുക്ക് നമ്മുടെ 4 സെൻറ്റിമീറ്റർ നേടി. ഇനി ഏരിയ കണ്ടുപിടിക്കാം. ഏരിയ അല്ലെങ്കിൽ പരപ്പളവ് സമം ഹാഫ് ഇൻറ്റു B ഇൻറ്റു H ഈക്വൽ ടു ഹാഫ് ഇൻറ്റു B. നമുക്ക് താഴത്തെ പാദം 6 ഇൻറ്റു 4 ഈക്വൽ ടു ഹാഫ് ഇൻറ്റു 6 4 24. 24 പകുതി എന്ന് പറഞ്ഞാൽ 12 സെൻറ്റിമീറ്റർ സ്ക്വയർ തന്നെയായിരിക്കും ഈ രണ്ടാമത്തെ ട്രയാങ്കിളിൻ്റെയും ഏരിയ വരിക. 5ാമത്തെ ചോദ്യം, ഒരു സമപാർശ്വ ത്രികോണത്തിൻ്റെ ഒരു കോൺ 70 ഡിഗ്രിയാണ്. മറ്റ് 2 കോണുകളെ കുറിച്ച് എന്തൊക്കെ പറയാം? ഇൻ ആൻ ഐസോസെലസ് ട്രയാങ്കിൾ വൺ ആംഗിൾ ഈസ് 70 ഡിഗ്രി. വാട്ട് ക്യാൻ സെർട്ട് അബൌട്ട് ദ അതർ 2 ആംഗിൾസ്? നമുക്കറിയാം സമപാർശ്വ ത്രികോണം പറഞ്ഞാൽ 2 വശങ്ങൾ എന്തായിരിക്കും? തുല്യമായിരിക്കും, അല്ലെങ്കിൽ ഐസോസിലസ് ട്രയാങ്കിൾ. ഇപ്പോൾ ഞാൻ പറയുകയാണ്, ഒരു ആംഗിൾ നമുക്ക് എങ്ങനെയെന്ന് പറയാൻ പറ്റും? ഒരു കോൺ 70 ഡിഗ്രി. അപ്പം ഞാൻ ഇവിടെ 70 ഡിഗ്രി കൊടുത്തു കഴിഞ്ഞാൽ ഐസോസിലസ് ട്രയാങ്കിളാണ്. അപ്പോൾ 2 വശങ്ങൾ എന്താവണം? തുല്യമാവണം. ഇപ്പം ഞാൻ ആദ്യം പറയുകയാണ്, 70 ഡിഗ്രിയിൽ തുല്യമായിട്ട് വരികയാണെങ്കിൽ, കോണുകൾ തുല്യമായി വന്നു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ പറയാൻ വേണ്ടി പറ്റും? ഈക്വൽ ആയി വന്നു കഴിഞ്ഞാലും അതേപോലെ തന്നെ 70 ഡിഗ്രി അൺഈക്വൽ, തുല്യമല്ലാതെ വന്നാൽ എങ്ങനെയൊക്കെ പറയാൻ നോക്കിയാൽ മതി. അപ്പോൾ ആദ്യം ഞാൻ തുല്യമായിട്ട് എടുക്കുകയാണ്, അതേപോലെ തന്നെ തുല്യമല്ലാണ്ട് എടുത്ത്. അപ്പോൾ ഞാൻ ആദ്യം തുല്യമായി എടുത്തു കഴിഞ്ഞാൽ ഈ 2 വശങ്ങളാണ് തുല്യം എന്ന് വിചാരിക്കുക. ABC 2 വശങ്ങൾ തുല്യമാണെങ്കിൽ അവയ്ക്കെതിരെയുള്ള കോണുകൾ എന്തായിരിക്കും? തുല്യമായിരിക്കും. അപ്പം ഞാൻ ഈ ഒരു കോൺ 70 ഡിഗ്രി എടുത്തു കഴിഞ്ഞാൽ ഈ കോൺ എത്ര തന്നെയായിരിക്കും? 70 ഡിഗ്രി ആയിരിക്കും. ഒരു കോൺ 70 ഡിഗ്രി ഇവിടെ കൊടുത്താൽ ഈ കോൺ എന്തായിരിക്കും? 70 ഡിഗ്രി എടുത്തു. കാരണം ഈ 2 വശങ്ങൾ തുല്യമാക്കി എടുത്താൽ. അപ്പോൾ നമുക്ക് ഈ 3ാമത്തെ കോൺ എങ്ങനെ കണ്ടുപിടിക്കുക? ഒരു ട്രയാങ്കിളിൻ്റെ സമ്മ് എന്ന് പറഞ്ഞാൽ 180 ഡിഗ്രിയാണ്. അപ്പോൾ നമുക്ക് ഈ ആംഗിൾ A പ്ലസ് ആംഗിൾ B പ്ലസ് ആംഗിൾ C സമം 180 ഡിഗ്രി. ഇനി നമുക്ക് പറയാൻ വേണ്ടി പറ്റും, ആംഗിൾ Bയും ആംഗിൾ Cയും 70 ഡിഗ്രിയാണ്. അപ്പോൾ ആംഗിൾ A പ്ലസ് 70 ഡിഗ്രി പ്ലസ് 70 ഡിഗ്രി സമം 180 ഡിഗ്രി. ആംഗിൾ A ഈക്വൽ ടു 180, 70 പ്ലസ് 70 140 മൈനസ് 140 ഡിഗ്രി. അപ്പോൾ ആംഗിൾ A ഈക്വൽ ടു 180 140 പോയി കഴിഞ്ഞാൽ ബാക്കി 40 ഡിഗ്രി. ഇനി ഈ ഒരു കോണ് 70 ഡിഗ്രി ആയി എടുത്തു കഴിഞ്ഞാൽ ഐസോസിലസ് ട്രയാങ്കിളിൻ്റെ പ്രത്യേകത 2 വശങ്ങൾ തുല്യമാണെങ്കിൽ അവയ്ക്കെതിരെയുള്ള കോണുകൾ എന്തായിരിക്കും? ഈ 2 കോണും തുല്യമായിട്ട് വരണം. നമുക്ക് ഈ 2 കോണും എന്ത് ചെയ്യാം? കണ്ടുപിടിക്കാം. അപ്പോൾ ആംഗിൾ A പ്ലസ് ആംഗിൾ B പ്ലസ് ആംഗിൾ C സമം 180 ഡിഗ്രി. നമുക്കറിയാം ആംഗിൾ A 70 ഡിഗ്രി പ്ലസ് ആംഗിൾ B പ്ലസ് ആംഗിൾ C സമം 180 ഡിഗ്രി. അപ്പോൾ ആംഗിൾ B പ്ലസ് ആംഗിൾ C സമം 180 പ്ലസ് 70 അങ്ങോട്ട് പോകുമ്പോൾ മൈനസ് 70. 180 70 പോയി കഴിഞ്ഞാൽ ബാക്കി 110 ഡിഗ്രി കിട്ടും. നമുക്കറിയാം കോൺ Bയും കോൺ Cയും തമ്മിൽ കൂട്ടി 110 കിട്ടണം. അപ്പോൾ കോൺ Bയും നമുക്കറിയാം കോൺ Bയും കോൺ Cയും എന്താണ്? ഈക്വലാണ്. അപ്പോൾ കോൺ B ഈക്വൽ ടു കോൺ C സമം 110 എന്ത് ചെയ്യുക? പകുതി എടുക്കുക. അപ്പോൾ എത്ര കിട്ടും? 55 ഡിഗ്രി വീതം കിട്ടും. അപ്പോൾ നമുക്ക് പറയാം ഈ 2 കോണും എത്രയായിരിക്കും? 55 ഡിഗ്രി വീതമായിരിക്കും. ഇതാണ് 5ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം. ഇനി 6ാമത്തെ ചോദ്യം, ഹൗ മെനി നോൺ കോൺഗ്രുവൻ ഐസോസെൽസ് ട്രയാങ്കിൾ ക്യാൻ ബി ഡ്രോൺ വിത്ത് 1 ആംഗിൾ മെഷറിംഗ് 70 ഡിഗ്രി ആൻഡ് 1 സൈഡ് മെഷറിംഗ് 8 സെൻറ്റിമീറ്റർ? ഒരു കോൺ 70 ഡിഗ്രിയും ഒരു വശം 8 സെൻറ്റിമീറ്ററുമായ തുല്യമല്ലാത്ത എത്ര സമപാർശ്വ ത്രികോണങ്ങൾ വരയ്ക്കാൻ വേണ്ടി സാധിക്കും? അപ്പോൾ ആയി നമുക്ക് എങ്ങനെ എടുക്കാം? ഒരു കോണ് 70 ഡിഗ്രി എടുത്തു. പിന്നെ എങ്ങനെ പറയാം? ഒരു വശം 8 സെൻറ്റിമീറ്റർ. ഒന്ന് ഇങ്ങനെ വരയ്ക്കാൻ വേണ്ടി പറ്റും. ഇനി 8 സെൻറ്റിമീറ്റർ ഈ 2 വശം നമ്മൾ എന്ത് ചെയ്യുക? 8 സെൻറ്റിമീറ്റർ വീതം എടുക്കുക. ഇതും 8 സെൻറ്റിമീറ്റർ, ഇതും 8 സെൻറ്റിമീറ്റർ. അവയ്ക്കിടയിലെ കോൺ എത്ര? 70 ഡിഗ്രി.
ഇങ്ങനെ എടുക്കാൻ വേണ്ടി പറ്റും. ഇത് രണ്ടാമത്തത്. മൂന്നാമത്തത്, ഈ ഒരു വശം എത്ര എടുക്കുക? 8 സെൻറ്റിമീറ്റർ. ഈ രണ്ട് കോണുകളും 70 ഡിഗ്രി വീതം എടുക്കുക. മൂന്നാമത്തത്. നാലാമത്തത്, ഈ രണ്ട് കോണും 70 ഡിഗ്രി വീതവും ഈ രണ്ട് വശം 8 സെൻറ്റിമീറ്റർ വീതം എടുത്ത് വരച്ചു കഴിഞ്ഞാൽ നമുക്ക് തുല്യമല്ലാത്ത സമപാർശ്വ ത്രികോണങ്ങൾ വരയ്ക്കാൻ വേണ്ടി പറ്റും. ഇങ്ങനെ 4 രീതിയിലാണ് വരയ്ക്കുക. ഈ രണ്ടാമത്തെ പാഠം ഈ ക്വസ്റ്റ്യനോട് എന്ത് ചെയ്തിട്ടുണ്ട്? അവസാനിച്ചിട്ടുണ്ട്. എല്ലാവരും എന്ത് ചെയ്യുക? സ്കിപ്പ് ചെയ്യാണ്ട് വീഡിയോ ഒക്കെ കാണുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനി അടുത്ത ക്ലാസ്സിൽ പുതിയ ചാപ്റ്ററിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതുവരേക്കും ബായ്.